പുതിയ ദോശച്ചട്ടി വാങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് മയക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. നമ്മൾ പുതിയ ദോശച്ചട്ടി വാങ്ങിയിട്ട് അത് മയങ്ങി കിട്ടുന്നവരെ ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊക്കെ ഈ ദോശച്ചട്ടി വാങ്ങുമ്പോൾ ഒരു കറുപ്പ് കളറാവും, ഒരു പെയിൻറ്റ് പോലെ ഉണ്ടാവും. അത് നമ്മൾ സോപ്പിട്ടിട്ട് ഒരുപാട് തേച്ച് കഴുകി വൃത്തിയാക്കിയിരുന്നു. എന്നിട്ടും ആ കളർ ഇതുമൊന്നും പോകണില്ല. ഈ ദോശക്കല്ലിൻ്റെ മീതെ ഒരു പെയിൻറ്റ് പോലെയാണ് കാണുന്നത്. അത് പോയി കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടതല്ലേ, അതുകൊണ്ട് കുറേ പ്രാവശ്യം നമ്മൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി, എന്നിട്ടും അത് പോകുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം നമ്മളിത് സോപ്പിട്ട് നന്നായി തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് ഉപ്പിട്ടിട്ട് വെറുതെ ഒന്ന് കഴുകിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതെ നന്നായിട്ട് എണ്ണ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിരുന്നു. ഒരു 4 ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ എണ്ണ തേച്ച് കൊടുത്തു, കഴുകും, വൃത്തിയാക്കും, വീണ്ടും എണ്ണ തേച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ലാസ്റ്റ് നമ്മളിതാ ഉപ്പിട്ടിട്ടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിക്കണം. കഞ്ഞിവെള്ളം മുഴുവനായിട്ടും വറ്റിയതിന് ശേഷം നമ്മളിത് ദോശക്കല്ല് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിൽ ആ കറുപ്പ് കളറ് വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോൾ നല്ലൊരു കളറ് ഈ ചട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കരിയൊക്കെ ഇതേപോലെ കാണുന്നില്ലേ വീഡിയോയിൽ. ഇതൊക്കെ പോയിട്ട് നമുക്ക് വൃത്തിയായി എടുക്കാം. അതിന് മുന്നേ നമ്മൾ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കളഞ്ഞു, എന്നിട്ടിത് ശരിയായില്ല. പിന്നെ ഈ മാർഗ്ഗം ഉപയോഗിച്ചപ്പോഴാണ് ഇത് നന്നായിട്ട് വൃത്തിയായി കിട്ടിയത്. അപ്പം നമ്മൾ ചട്ടി കൊടുന്ന ഉടനെ സോപ്പിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം ഇതേപോലെ ഉപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും. ചട്ടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യം ഞാനിപ്പോൾ ഇത് ദോശ ഉണ്ടാക്കിയിട്ട് ഇത് കളഞ്ഞു, ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇന്ന് ഇതിൽ ദോശ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതാ ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ദോശ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഇതാ ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് വൃത്തിയാക്കി, അതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു. അപ്പോൾ തന്നെ ദോശക്കല്ലിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇനി ഈ സവാളയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള കളയണം. എന്നിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പഴയ ചട്ടിയും കൂടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിയായില്ലെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം നല്ല പോലെ തന്നെ നമുക്ക് ദോശ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി ഒന്ന് മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദോശ തന്നെ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം ദോശക്കല്ല് മയക്കാൻ അറിയാത്തവർ ഇതേപോലെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മളിതിൻ്റെ പെയിൻറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. അതാണ് ഞാൻ ഇത് വീഡിയോ ആക്കാൻ വേണ്ടി കാരണം. അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ 1-2 ദോശ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നീർദോശയാണ് ഇതിൽ ഉണ്ടാക്കി നോക്കുന്നത്. അതല്ലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്.
നമുക്ക് ദോശച്ചട്ടി നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ദോശ ഞാൻ 2 ചട്ടിയിലായിട്ട് നല്ലപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശച്ചട്ടി മയക്കാൻ അറിയാത്തവർ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.